Hello my dear students, welcome to online Miss Classroom. Today I would like to discuss about 9th standards physics, third part of equations of motion. So hurry up, be ready to study, okay? We already discussed in this chapter. What are we discuss? First equation of motion and its derivation and position time graph. Right. Do you remember first equation of motion? Just try. Yes, very good. V is equal to U plus AT. ഓക്കെ, ആരെങ്കിലും ഇതിനു മുന്നേയുള്ള ക്ലാസ്സുകൾ കാണാൻ മറന്നിട്ടുണ്ടെങ്കിൽ മറക്കരുത്, അതാദ്യം നിങ്ങൾ നന്നായി കാണണം. ഇറ്റ്സ് എ കണ്ടിന്യൂഷൻ. ഓക്കെ, അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ, ദർ ഇസ് എ മൂവ്മെൻറ്റ് ഓഫ് എ കാർ. ഓക്കെ, ഒരു കാറ് മൂവ് ചെയ്യുന്നത് ഒരു ലൈനിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ദി ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ, ഒരു കംപ്ലീറ്റ് ആവാത്തൊരു ടേബിൾ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. സോ വാട്ട് ഇറ്റ് ഇൻഡിക്കേറ്റ്സ്? Here we have the time axis, time and position. Here we have time, here we have position, right? Time, what are the times? 0 second, 2 second, here 0, here 2, here 4, then 6, 8, 10. What's the peculiarity? Yes, very correct. Each interval of time have difference of 2 seconds. 0, 2, 4, 6, 8, 10. എത്ര സെക്കൻഡ്സ് ആകുമ്പോൾ ഓരോന്നിൻ്റെ ഇടയിൽ എത്രയാണുള്ളത്? 2 സെക്കൻഡ് ഗ്യാപ്പാണുള്ളത്. ഇനി താഴെ നമ്മൾ പൊസിഷൻ നോക്കുകയാണെങ്കിലോ 0 സെക്കൻഡിൽ ഇപ്പോൾ ഒരു കാറ് മൂവ് ചെയ്യുകയെന്ന് വിചാരിക്കുക. ഇപ്പം കാറ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. മൂവ് ചെയ്യുന്നതിന് കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടൈം ആവും. അപ്പം നമുക്ക് 0 സെക്കൻഡിൽ ഇതുവരെ സമയമൊന്നും ആയില്ലല്ലോ. സോ നമ്മുടെ സമയം 0 സെക്കൻഡ്. കാറിൻ്റെ മൂവ്മെൻറ്റും പൊസിഷനും 0 മീറ്ററിൽ തന്നെ. ദെൻ കാറ് മൂവ് ചെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ 2 സെക്കൻഡ് വി ജസ്റ്റ് മെഷർ ഇറ്റ്സ് ഡിസ്റ്റൻസ്. എത്രയായി? അത് 5 മീറ്റർ ഡിസ്റ്റൻസിലെത്തി. ഓക്കെ, 2 സെക്കൻഡിന് ശേഷം ഇറ്റ് റീച്ചസ് എ 5 മീറ്റർ ഡിസ്റ്റൻസ്. ദെൻ അഗെയിൻ 2 സെക്കൻഡിന് ശേഷം അത് എവിടെ എത്തി? 20 മീറ്ററിലെത്തി. ദെൻ അഗെയിൻ, അപ്പോൾ എത്ര ഡിഫറൻസ് ഉണ്ട്? ഈ 2 സെക്കൻഡിൽ നമ്മുടെ കാറ് 15 മീറ്ററോളം ട്രാവൽ ചെയ്തു അല്ലേ. നെക്സ്റ്റ് 2 സെക്കൻഡിൽ ദിസ് ട്രാവൽ ഓൺലി 6 മീറ്റേഴ്സ്. അങ്ങനെ അപ്പോൾ ആൻഡ് 8th സെക്കൻഡിൽ ഇത് ട്രാവൽ ചെയ്തത് 44 ആൻഡ് 10th സെക്കൻഡിൽ 50. സോ അപ്പോൾ ഇത് നമുക്ക് ആ ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്യാമല്ലോ. സോ ദിസ് ഈസ് യുവർ ടേബിൾ. 0th സെക്കൻഡ് 0, 2, 5, 4, 20, 6, 26, 8, 44 ആൻഡ് 10, 15. സോ അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം. ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള ആ ഒരു പ്രോബ്ലം we just write it in a table here that we already discussed, right? So we get this table. Then in order to draw a graph, I just take a paper. Okay, then first of all what we want to do, first what we should decide what will be in x-axis and what will be in y-axis. Okay, so here we take time along x-axis. And here the position along y-axis. Position should be denoted in meter and time denoted in second, right? So first of all we want to divide the each axis, x-axis and y-axis. First we want to divide for in each unit. So in order to do that, we just go through the x position and y position. ഇവിടെ നമുക്ക് x പൊസിഷനിലുള്ളത് ടൈമാണ്. ടൈമിൽ നമുക്ക് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? 0, 2, 4, 6, 8, 10, റൈറ്റ്. ഇവിടെ നമുക്ക് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടുള്ള ലെറ്റർ എടുക്കാം. വെദർ യു വാണ്ട് 1, 2, 3, 4 ആ രീതിയിൽ 1, 2, 3, 4 എടുത്തിട്ട് നമുക്ക് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള പോയിൻ്റ് കൺസിഡർ ചെയ്യാം. അതർവൈസ്
നിങ്ങൾക്ക് ഒരുപാട് നമ്മൾ ഗ്രാഫ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് വലുതാവാനും പാടില്ല, ആൻഡ് ഇറ്റ് നോട്ട് ബി ടു ഷോർട്ട്. ഓക്കെ, ഒരു മീഡിയം ലെവലിലുള്ള ക്വാണ്ടിറ്റീസാണ് നമ്മളവിടെ എടുക്കേണ്ടത്. സോ ഇവിടെ ഞാൻ എക്സ് ആക്സിസിൽ അതുകൊണ്ട് വി ജസ്റ്റ് കൺസിഡർ 0, 2, 4, 6, 8, 10 ഒരു 2 സെക്കൻഡ് ഇൻ്റർവെല്ലുള്ള പോയിൻറ്റ്സ്. ഓൾറെഡി ഞാൻ ജസ്റ്റ് പോയിൻറ്റ്സ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ യു ഷുഡ് മൈൻഡ് ദ പോയിൻറ്റ്സ്. ഓക്കെ, ഹിയർ ദ ഒറിജിൻ മസ്റ്റ് ബി 0, 0, 2, 4, 6, 8, 10, 12, etc. Here what we noted, here we have a large area. Here we need the points from 0 to 50, right? So in order to do that, we can't write 1, 2, 3, 4, 5, 6, 7, 8, 9 because it must be a very big graph. Okay, അപ്പോൾ അത്ര വലിയൊരു ഗ്രാഫ് നമുക്ക് കൺവീനിയൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ വി വാണ്ട് ടു കൺസിഡർ ഇറ്റ്സ് സ്കെയിൽ. സോ 0 to 50 വരെ നമുക്ക് 10, 20, 30, 40 പോരുകയാണെങ്കിൽ ഓക്കെയാണ്. ബട്ട് ഹിയർ വി ഹാവ് ടു നോട്ട് 26 and 44 and not. So maybe little discomfort may occur. So I think let's take 5, 10, 15, 20 that type. Okay, so for here 0, then 5, 10, 50, 20, 25, 30, 35, 40, 45, 50. ഏകദേശം സ്കെയിൽ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. കൂടുതലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ യു ജസ്റ്റ് ഇൻഫോം മീ, ദെൻ ഐ വിൽ ടേക്ക് എ ഡീറ്റെയിൽഡ് ക്ലാസ്. അപ്പോൾ ഇത്രയും നമുക്ക് അധികം ടൈം ഇതിൽ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ദെൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളൊരു ഗ്രാഫ് ആകുമ്പോൾ എന്ത് വേണം, സ്കെയിൽ അടയാളപ്പെടുത്തണം അല്ലേ. വാട്ട് ഈസ് ഹിയർ സ്കെയിൽ? സ്കെയിൽ ഓൺ എക്സ് ആക്സിസ് 1 യൂണിറ്റ് എന്താണ്? ഓൺ എക്സ് ആക്സിസ് 1 യൂണിറ്റ് ഈക്വൽ ടു 2 സെക്കൻഡ്, റൈറ്റ്? അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ദെൻ ഓൺ വൈ ആക്സിസ് 1 യൂണിറ്റ് ഈക്വൽ ടു വാട്ട് ഈസ് 5. വാട്ട്സ് ഇറ്റ്സ് യൂണിറ്റ്? പൊസിഷൻ ആണല്ലേ, മീറ്ററാണ്. സോ 5 മീറ്റർ. ഇതെപ്പോഴും ഇങ്ങനെ എഴുതിയിട്ട് ഒരു കോളത്തിലാക്കി വയ്ക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു കൺവീനിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കോളം യൂസ് ചെയ്യാത്തത്. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് യൂസ് പെൻസിൽസ്. ഓക്കെ, വൈൽ അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു, ഈവൻ ദ +1 or +2, സംതിങ് ലൈക്ക് ദാറ്റ്. whatever may be, use pencils while drawing graph. Then here 0, first point is 0 and 0. So start from origin. In second point, what we consider time? Time 2 seconds. But time 2 second corresponding ആയ y point ഏതാ? 5, right? So here. Then time 4 second corresponding ആയ y point 20. So here 20, right? Then time 6 second 26, but we have no 26th point, but we have 25th one. So next points we can take. Okay, then 8th point its number is 44, so we have 45. So അതിന് തൊട്ട് മുന്നിലുള്ള പോയിൻ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ സോ കൺസിഡർ ദാറ്റ് ഹിയർ ഐ നോട്ട്. നെക്സ്റ്റ് 10th second. In 10th second we have 50. So okay, then connect each points. Okay, this is not a smooth graph, right? While you draw you can understand that. Why? Because from the value itself you can understand that. ഇവിടെ ഒരു യൂണിഫോം മോഷൻ ആണോ? നോ. ഫസ്റ്റ് 2 സെക്കൻഡിൽ it travels 5 meter. Then next 2 seconds it travels 15 meter, right?
എന്താ ഇതിൻ്റെ ഡിഫറൻസ്? 15 മീറ്റർ അല്ലേ? വാട്ട് ഇസ് ഇറ്റ്സ് മീനിങ്? ഇറ്റ്സ് ട്രാവൽസ്. ഓക്കെ, 15 മീറ്ററിലാണ്. നെക്സ്റ്റ് 2 സെക്കൻഡ്സിൽ ഇറ്റ് ട്രാവൽസ് ഓൺലി 6 മീറ്റർ. റൈറ്റ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ മോഷൻ നമ്മൾ ആദ്യം ഒരു മീഡിയംസിൽ പോയി, ദെൻ അഗെയിൻ വി ഇൻക്രീസ് അവർ സ്പീഡ്, again we decrease our speed, so our motion is not uniform, so we get a zigzag or any that shape of graph. Okay, any doubt? Okay, just we already discussed, even though I just ഒന്ന് നമുക്കൊന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ടൈമിനനുസരിച്ച് പൊസിഷൻ മാറുന്നില്ല, നമ്മൾ നിർത്തിയിട്ട കാറാണ് അവിടെ ഉള്ളതെങ്കിൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ നിർത്തിയിട്ട് കാർ 20 മീറ്റർ അകലെ നിർത്തിയിട്ടിരിക്കുക. അപ്പോൾ 20 മീറ്റർ, ദെൻ 2 സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ ചെക്ക് ചെയ്തു, എവിടെയാണ്? 20 മീറ്റർ, 4, 6, 8, 10. ഓരോ ടൈമിൽ കഴിയുമ്പോഴും ഇറ്റ്സ് ഡിസ്റ്റൻസ് ഈസ് 20 മീറ്റർ. ഓക്കെ, സോ ഇറ്റ്സ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. വൈൽ വി ഡ്രോ ദിസ് ഗ്രാഫ് ഇൻ ഹിയർ, 0 സെക്കൻഡിൽ 20 മീറ്റർ. ഓക്കെ, ദെൻ 2th സെക്കൻഡിൽ ഇറ്റ്സ് ഓൾസോ 20 മീറ്റർ, 4th സെക്കൻഡ് 20 മീറ്റർ, 6th സെക്കൻഡ് ഓൾസോ 20 meter. Then what we get? We get a parallel graph that we already discussed, right? So a stationary object have the position time of a stationary object will be a straight line parallel to x-axis. Then this is the motion non-uniform. The position time graph of a non-uniform graph is not in a particular shape. Okay, ഇനി ഒരു യൂണിഫോം മോഷൻ ആണെങ്കിൽ, വാട്ട് ഈസ് യൂണിഫോം മോഷൻ? ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഓരോ 2 സെക്കൻഡിലും നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 10 മീറ്റർ ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് 2 സെക്കൻഡിൽ നിങ്ങൾ 10 മീറ്റർ ട്രാവൽ ചെയ്തു, ദെൻ നെക്സ്റ്റ് 2 സെക്കൻഡിൽ ഇവിടെ 10 മീറ്റർ ട്രാവൽ ചെയ്തു, ദെൻ ഇവിടെ 10 മീറ്റർ, ദെൻ വാട്ട് വിൽ ബി ഹാപ്പൻ? ഹിയർ 0, ഹിയർ 10, 20, 30, 40, 50, റൈറ്റ്? So let's check. 0 till 0. Then first 2 second 10 meter they reach here. Then 4 second 20 meter here. Then 6 second 30 meter. 4 second. Then how can we get? We get a graph like this. Right? A straight line, right? രണ്ടും കൂടി ആകുമ്പോൾ കൺഫ്യൂഷൻ ആവരുതേ. സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് വിച്ച് ടൈപ്പ്? ഇവിടെ ഒരു ഗ്രാഫാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഗ്രാഫാണ് യൂണിഫോം മോഷൻ്റെ ഇത് കിട്ടിയത് അല്ലേ? ഓക്കെ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണെങ്കിൽ യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് നമുക്ക് ഈ ടൈപ്പ് കിട്ടി. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ ഹാവിങ് എ സ്ലോപ്പ്. എന്താ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു ചരിവുള്ള ഗ്രാഫ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. ഓക്കെ, ഹാവിങ് എ സ്ലോപ്പ് ബട്ട് സ്ട്രെയിറ്റ് ലൈൻ. എനി ഡൗട്ട്? സോ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ 3 സെക്ഷനും നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ജസ്റ്റ് ആസ്ക് ഇൻ ദി കമൻറ്റ് ബോക്സ് ഓൾസോ. ഓക്കെ, അപ്പോൾ ഗ്രാഫൊക്കെ ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ഗ്രാഫിൻ്റെ പ്രത്യേകതകൾ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? പൊസിഷൻ ടൈം ഗ്രാഫിനെ നമ്മൾ എങ്ങനെയായിരുന്നു ഓൾറെഡി ഡിഫൈൻ ചെയ്തത്? ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം. ഓക്കെ, റിമൈൻഡ് ചെയ്തല്ലോ. ദെൻ നമ്മൾ പെക്യുലാരിറ്റീസ് നമ്മൾ കണ്ടത്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണെങ്കിലും ഞാനിവിടെ ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാനുള്ള സൗകര്യത്തിനാണ്. സോ വേഗം നോട്ട് ചെയ്യാം. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ വരിക? പൊസിഷൻ ടൈം ഒരു സ്ഥിരമായിട്ട് നിൽക്കുന്നൊരു വസ്തുവിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് സമാന്തരമായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് പ്ലീസ് നോട്ട്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ഇനി ദെൻ നമ്മൾ ഏതിൻ്റെയാണ് പഠിച്ചത്? പൊസിഷൻ ടൈം ഗ്രാഫ് 2 കൂടി പഠിച്ചല്ലോ. യെസ്, യൂണിഫോം മോഷൻ്റെത്. ഇനി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം അതിനെക്കുറിച്ച്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. റൈറ്റ്, നമ്മൾ കണ്ടില്ലേ? ഇനി കൂടെ ഹാവിങ് എ സ്ലോപ്പ് എന്നുകൂടി എഴുതി കഴിഞ്ഞാൽ കുഴപ്പമില്ല, വെരി ക്ലിയർ. അപ്പോൾ നോട്ട് ചെയ്തോളൂ. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ഹാവിങ് എ സ്ലോപ്പ്. Then position time when the body will be moving with non-uniform speed, then the graph is not a straight line. നമുക്ക് ഏത് ഡയറക്ഷനിലാണെന്ന് ക്ലിയറായി പറയാൻ പറ്റില്ല. വൈ?
വി ഡോണ്ട് ഹാവ് എ യൂണിഫോമിറ്റി. നമുക്ക് യൂണിഫോമിറ്റി ഇല്ലല്ലോ. സോ ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇതൊന്നും മനസ്സിലാക്കി വെക്കണം നന്നായിട്ട്. ദെൻ നെക്സ്റ്റ് ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, വാട്ട് ഇസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ്? പൊസിഷൻ ടൈം ഗ്രാഫ് ഡിഫൈൻ ചെയ്ത പോലെ തന്നെ ഒന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിഫൈൻ ചെയ്ത് നോക്കൂ. യെസ്, എൻ്റെ കൂടെ പറയാം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് എ graphical representation of velocity and time. Okay, here we take time along x-axis and velocity along y-axis. Very good. ഇവിടെ നമുക്ക് ടൈമും വെലോസിറ്റിയും എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എടുക്കുന്നത് തിരിച്ചെടുക്കാം. ബട്ട് ഗ്രാഫിൻ്റെ ഷേപ്പ് ഒന്ന് സെയിം ഷേപ്പായിരിക്കും, ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്യും കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് സാധാരണ ഇപ്പം എക്സ് ആക്സിസിലാണ് നമ്മൾ കോമൺ ആയിട്ടുള്ളത് എടുക്കാറ്. ആ രീതിയിൽ തന്നെ പോകുന്ന കൺഫ്യൂഷൻ ഒഴിവാക്കാം. സോ യു ക്യാൻ റൈറ്റ് ഹിയർ വി ടേക്ക് ടൈം അലോങ് എക്സ് ആക്സിസ് ആൻഡ് വെലോസിറ്റി അലോങ് വൈ ആക്സിസ്. ഓക്കെ, ദെൻ ഡ്രോ എ ഗ്രാഫ്. ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ടേബിൾ വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കാം. ഇവിടെ ഒന്ന് അനലൈസ് ചെയ്തേ. ടൈം 0, 2, 4, 6, 8, 10. ഈച്ച് ഇൻ്റർവെൽ ഹാവ് 2 സെക്കൻഡ് അല്ലേ. 2 സെക്കൻഡിൻ്റെ ഗ്യാപ്പിലുള്ള ടൈമാണ് നമ്മളെടുത്തത്. ഇറ്റ്സ് വെലോസിറ്റിയോ 10 മീറ്റർ 10 മീറ്റർ 10 മീറ്റർ 10 മീറ്റർ. വാട്ട്സ് ഇറ്റ്സ് മീനിങ്? വെറുതെ നിൽക്കുകയാണോ? നമ്മുടെ കാർ എവിടേക്കും മൂവ് ചെയ്യാണ്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണോ? അല്ല, വെലോസിറ്റി ആണല്ലേ. എന്താ വെലോസിറ്റി എന്ന് അറിയാലോ? ഓക്കെ, വെലോസിറ്റി നത്തിങ് ബട്ട് എ സ്പീഡ് ഹാവിങ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ 2 സെക്കൻഡിലും സെയിം സ്പീഡാണ്. ഒരു സ്പീഡോമീറ്റർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. നിങ്ങളൊരു കാറിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓരോ 2 സെക്കൻഡിലും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ്, നിങ്ങളുടെ സ്പീഡ് എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എത്രയായിട്ട്? 10 മീറ്റർ പെർ സെക്കൻഡായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രാഫാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്, വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ആക്സിസ് വരയ്ക്കണം. ആക്സിസ് ടൈം അലോങ് എക്സ് ആക്സിസ് എടുത്തു, വെലോസിറ്റി അലോങ് വൈ ആക്സിസ് എടുത്തു. പോയിൻ്റ് നോട്ട് ചെയ്യണം, സ്കെയിൽ മൈൻഡ് ചെയ്യണം, എല്ലാം അറിയാലോ. ഓൺ എക്സ് ആക്സിസ് 1 യൂണിറ്റ് ഈക്വൽ ടു ഇവിടെ 2 സെക്കൻഡാണ്. ഇവിടെ 1 ഓൺ വൈ ആക്സിസ് 1 യൂണിറ്റ് ഈക്വൽ ടു 5 മീറ്ററാണ്. ഇവിടുത്തെ കൺവീനിയൻസിനാണ് നമ്മളങ്ങനെ വരയ്ക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ 1 യൂണിറ്റ് ഈക്വൽ ടു 5 മീറ്റർ. എൻ്റെ ഇവിടെ നമ്മൾ ഓരോന്ന് 2 സെക്കൻഡിൻ്റെ ഗ്യാപ്പിലെടുത്തു. ദെൻ ഫസ്റ്റ് പോയിൻ്റ് 0 സെക്കൻഡിൽ എവിടെയാണ്? 0 സെക്കൻഡിൽ 0-ൽ. ദെൻ 0 സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പോയിൻ്റ് അല്ലേ. ഓക്കെ, 0-ൽ 10 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ 2 സെക്കൻഡ് ആയപ്പോൾ എവിടെ എത്തി? അപ്പോൾ അവിടെ പോയിൻ്റ് വന്നു. 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ മൂവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാർ, അപ്പോൾ ഒരു 5 മിനിറ്റ് നിങ്ങളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാറിലാണ് നിങ്ങൾ വെലോസിറ്റി ചെക്ക് ചെയ്തത്. അതുകൊണ്ടാണ് 0 സെക്കൻഡിൽ നിന്ന് 10 മീറ്റർ പെർ സെക്കൻഡായി. നെക്സ്റ്റ് 2 സെക്കൻഡ് നോക്കിയപ്പോഴേ എവിടെ എത്തി? 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയല്ലേ. ഓക്കെ, ദെൻ 4 സെക്കൻഡിൽ 6 സെക്കൻഡ് 8 സെക്കൻഡ് ഒക്കെ 10 മീറ്റർ അല്ലേ. അപ്പോൾ പോയിൻറ്റ്സ് എങ്ങനെ വരിക? നേരെ എങ്ങനെ വരും അല്ലേ? 4, 6, 8. ഓക്കെ, ദെൻ കണക്ട് ഇറ്റ് വിത്ത് എ ലൈൻ. So what we get? The velocity time graph of a uniform velocity. Uniform velocity അല്ലേ? യൂണിഫോം വെലോസിറ്റി ഉള്ള മോഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്കിവിടെ എന്ത് കിട്ടി? ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. എനി ഡൗട്ട്? ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ. പിന്നെ അവസാനം നമ്മൾ നെക്സ്റ്റ് ക്ലാസ് കാണാനുള്ള വ്യഗ്രതയിൽ മറന്നു പോവും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിലും മറക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് പോർഷൻ. ദെൻ നമ്മളിപ്പോൾ വരച്ച ഗ്രാഫ് തന്നെയാണ്, ഒന്നും കൂടി കൺവീനിയൻറ്റിന് എഴുതിയെന്ന് മാത്രം. ഇതിനകത്ത് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 2 and 8 സെക്കൻഡ്. 2 സെക്കൻഡിൻ്റെയും 8 സെക്കൻഡിൻ്റെയും ഇടയ്ക്ക് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് എവിടെതാണ്? 2 സെക്കൻഡിൻ്റെയും 8 സെക്കൻഡിൻ്റെയും ഇടയ്ക്ക് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്താൽ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് കാണണം. ക്ലിയർ ആണല്ലോ? ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്, വെലോസിറ്റിയാണ്, ടൈമാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമുക്കിപ്പോൾ എന്താണ് ആകെ വെലോസിറ്റിയും ടൈമേ ഉള്ളൂ അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് നേരിട്ട് തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിൽ നിന്ന് കാണണം. ഹൗ ക്യാൻ വി ഫൈൻഡ്? ഇൻ ഓർഡർ ടു ഫൈൻഡ് ദാറ്റ് യു ജസ്റ്റ് കണക്ട് ദ പോയിൻറ്റ് 2. ഇവിടെ 2 സെക്കൻഡ് ഓക്കെ ടൈമിൽ 2 സെക്കൻഡിലെ പോയിൻ്റ് ഉണ്ടല്ലോ. 2 സെക്കൻഡിൻ്റെ പോയിൻ്റ് വെലോസിറ്റി എത്രയാണ് വരുന്നത്? 10 മീറ്റർ പെർ സെക്കൻഡ്. സോ അവിടേക്ക് ഒരു ലൈൻ വരയ്ക്കുക.
ദെൻ 8 സെക്കൻഡ് ആണല്ലോ, 8 സെക്കൻഡിൽ വെലോസിറ്റി എത്രയാണ്? 10 meter per second. Then you draw a one line. Okay, connect it with the velocity. So ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 2 സെക്കൻഡ് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു, 8 സെക്കൻഡിലും കിട്ടി. ഇവിടെ വെലോസിറ്റി ആയിട്ട് ഓരോ പോയിന്റിൽ ടച്ച് ചെയ്യുന്നില്ലേ? This portion, we get this portion, right? Then just give a name, A, B, C, D. This is a rectangle, right? ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് നമുക്ക് അതിനകത്ത് കിട്ടി. സോ ജസ്റ്റ് എ നെയിം. അപ്പോൾ നമുക്ക് കാണാം എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കണക്കാക്കുക എന്നുള്ളതൊന്ന് ക്ലിയർ ചെയ്യും. ഓൾറെഡി യു നോ ദ ഇക്വേഷൻസ് ഓഫ് വെലോസിറ്റി. വാട്ട് ഈസ് ദാറ്റ്? വി ഹാവ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം ഡിവൈഡ് ബൈ ഓർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. വെരി ഗുഡ്. സോ എങ്ങനെയാണ്, വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഹിയർ? You have to find the displacement. Cross multiplication. Time want to multiply with the velocity. Okay. So displacement equal to velocity into time. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഇൻറ്റു ടൈം വരുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ വെലോസിറ്റി കിട്ടുമോ? നമുക്ക് ഈ ഫിഗറിൽ വെലോസിറ്റി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ഭാഗത്ത് വെലോസിറ്റി അല്ലേ, y ആക്സിസിൽ വെലോസിറ്റി അല്ലേ ഉള്ളത്, ഇവിടെ ടൈം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെലോസിറ്റിയും ടൈമും മെഷർ ചെയ്താലോ? 2 സെക്കൻഡിലുള്ള വെലോസിറ്റി എത്രയാണ്? ദിസ് AB. എനി ഡൗട്ട്? നോ. ഓക്കെ. ദെൻ 8 അപ്പോഴുള്ള നമ്മുടെ എന്തൊക്കെ വേണ്ട? വെലോസിറ്റിയും ടൈമും. ഇവ തമ്മിലുള്ള ഈ 2 സെക്കൻഡും 8 സെക്കൻഡും ഉള്ളതല്ലേ നമ്മൾ കണ്ടത്. ഇവ തമ്മിലുള്ള ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ പോർഷൻ. ക്ലിയർ ആണല്ലോ? ഈ പോർഷനാണ് നമ്മുടെ ഇൻ്റർവെൽ. ഓക്കെ. ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ പോർഷനും ഇവിടുത്തെ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് 2 to 8. ഈ ക്ലിയർ. അപ്പോൾ നമ്മളിവിടെ എന്താ? എ ബി ആൻഡ് എ ഡി. ഇവിടെ എ ബി എ ഡി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, വെരി ഗുഡ്. ദാറ്റ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണല്ലോ ഇക്വേഷൻ. LB, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ എ ബി ആൻഡ് എ ഡി. ഓക്കെ. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഏരിയ ആണ്. സോ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഡിസ്പ്ലേസ്മെൻറ്റ്. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലേ, ടൈം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ബ്രെഡ്ത്ത് ആയില്ലേ. സോ ഇറ്റ് ഈസ് ദി ഗ്രാഫ് നോക്കുകയാണെങ്കിൽ എ ഡി ഇൻറ്റു എ ബി, ദറ്റ് ഈസ് ഏരിയ ഓഫ് എ ബി സി ഡി. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി വിത്തിൻ എ ഡെഫിനിറ്റ് ഇൻ്റർവൽ ഓഫ് ടൈം ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദാറ്റ് പോർഷൻ അണ്ടർ വി ടി ഗ്രാഫ്. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുള്ളൂ, അതിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കാണുന്നതിന് എന്ത് വേണം? യു ജസ്റ്റ് കൺസിഡർ വാട്ട് ഈസ് ദ ഇൻ്റർവെൽ. ഓക്കെ. ഇൻ്റർവെൽ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 2-8 ആണ്, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 4-8 ആണ്. നിങ്ങൾ എങ്ങനെ കാണും? 4-8 ആണെങ്കിൽ ഫസ്റ്റ് യു ഡ്രോ എ ലൈൻ ഫ്രം ഹിയർ, ദെൻ അഗെയിൻ ഹിയർ. ദെൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെയുള്ള പോയിൻ്റ് ആവും. ബട്ട് ഇവിടുത്തെ ടൈം നമുക്കിവിടെ ഡിഫറെൻ്റ് മാറും അല്ലേ? ഓക്കെ. ക്ലിയർ ആണല്ലോ? സോ ആ ഇൻ്റർവെല്ലുള്ള ഏരിയ ആണ് നമ്മളെന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ദെൻ ജസ്റ്റ് ഈ പ്രോബ്ലം ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പ്രത്യേകത, പ്ലീസ് ഡ്രോ ദിസ് ഗ്രാഫ്. ടൈം 0, 2, 4, 6, 8, 10, 12 വരെയുണ്ട്. വെലോസിറ്റി 0, 10, 20, 30, 40, 50, 60. What is peculiarity here? Here continuously increasing. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ് ഈസ് ഇൻ എ റെഗുലർ ഓർഡർ. ഓക്കെ. അപ്പം പ്ലീസ് ഡ്രോ ദിസ് ഗ്രാഫ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു. അപ്പോൾ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്. ആൻഡ് താങ്ക് യു. സീ യു നെക്സ്റ്റ് ക്ലാസ്.